എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഇന്നലത്തെ കിഴി എന്നെ അങ്ങോട്ട് ഇങ്ങനെ തലം വിലങ്ങും നോക്കാതെ അടിച്ച് ഇരുത്തി തോൽപ്പിച്ചളഞ്ഞു. ഞാൻ ഇന്നലെ ഭയങ്കര ഡൗൺ ആണെന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇച്ചുണ്ടതി ഉള്ളുണ്ടതി ചെപ്പുണ്ടതി ഇറുണ്ടതി. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡിലേക്ക് കിടക്കാം. അജണ്ട ഒന്ന് മാറ്റി പിടിക്കാല്ലേ. ഹെഡ് ടൈല് കൊടൂരം. എന്ത് ഇവനാള് കൊടൂരം തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ. ഗുരുവായൂർ അമ്പലനടയിൽ വിപിൻ ദാസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ബുക്കിംഗ് ഇന്ന് 11 മണിക്ക് തുടങ്ങും. എല്ലാവരും പോയിട്ട് ബുക്ക് ചെയ്യൂ, കാണൂ. ഇനി 4 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. യെസ്, 4ാമത്തെ ദിവസം സിനിമ റിലീസ് മെയ് 16. യെസ്. അടുത്തത് തലവൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു. UA സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. മെയ് 24 സിനിമ റിലീസിനെത്തുന്നത്. ബിജു മേനോൻ, ആസിഫ് അലി, ജിസ് ജോയി മൂവി. ഓക്കെ. അടുത്ത കീഴ് റേസ് 4. റേസിൻ്റെ 4ാമത്തെ ചിത്രം 2024 ലാസ്റ്റോടെ സിനിമ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ്. ഡിസംബർ എന്ന് പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഡിസംബർ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ മൈൻഡിലേക്ക് വന്നതുകൊണ്ടാണ് ഡിസംബർ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ലാസ്റ്റിലേക്ക് സിനിമ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ്. സൽമാൻ ഖാൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. നായകനായിട്ടാണോ എന്തായിട്ടാണോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. സൽമാൻ ഖാൻ വന്നാൽ സൽമാൻ ഖാൻ ആകുമല്ലോ നായകൻ. പക്ഷെ കാമിയൊക്കെ ആണോ അറിഞ്ഞു, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. സങ്കല്പിക്കാൻ പറ്റില്ല. അടുത്തത് വിജയ് ദേവാരകൊണ്ട 14ാമത്തെ സിനിമയില് 2 ദിവസമായി അടുപ്പിച്ച് വീഡിയോ എൻ്റെ കൂടെയായിരുന്നു. സിനിമയില് ഡബിൾ റോളാണ് ആള്. ഓക്കെ. പിന്നെ 120 കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. അറിയാലോ, ഒരു പഴയ കാലഘട്ടത്തിലെ സിനിമയാണ് പറയുന്നത്. 1800 സംതിങ്ങിലാണ്. യെസ്. രശ്മിക മന്ദാനയാണ് നായികയായിട്ട് എത്തുന്നത്. ഇതൊക്കെ റൂമേഴ്സാണ്. എന്തായാലും 120 കോടിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വീടിനെ വെച്ച് സിനിമ ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും നല്ല കണ്ടന്റും നല്ല സാധനമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. സൂര്യ 44. കാർത്തിക് സുബ്രാജ് പടം. ഏതാണ് കാർത്തിക് സുബ്രാജ് പടം? കുറച്ചും കൂടി. സിനിമയുടെ 80% ഷൂട്ടും സെറ്റിലായിരിക്കും എന്നുള്ളതാണ് കേട്ടത്. ഓക്കെ. അപ്പോൾ വലിയ സംഭവബോധമായ സെറ്റായിരിക്കും അല്ലേ? എന്താണ് അതിൻ്റെ കഥ? എന്തായാലും സിനിമയിൽ നമ്മുടെ ജോജു ജോർജ് ഉണ്ട്. പിന്നെന്താണ്, സിനിമ ജൂണിൽ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ്. സന്തോഷ് നാരായണനാണ് മ്യൂസിക്. ഓക്കെ. മത്സരിക്കാൻ നടക്കാന്നല്ലാണ്ട് പറയണ്ട കണ്ടന്റ്. നീ ഇങ്ങനെ ജയിച്ചു നടന്നോ? ഞാൻ ചെറുതായിട്ട് പണിയെടുത്ത് കൂലി വാങ്ങി പോകുന്നു. അതല്ലേലും അങ്ങനെയാണ്. നീ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നു. അടുത്തത് ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ 50% ഡബിങ് ദളപതി കംപ്ലീറ്റ് ആക്കി എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് എപ്പോഴതിനൊക്കെ സമയം? അല്ല, അതൊക്കെ അതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി 50% കൂടി ഉള്ളൂ. പിന്നെ ശിവകാർത്തികേയന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് ഒരു കാമിയോ റോൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഒക്കെ കൺഫേം ആണെന്നുള്ള കേൾക്കുന്നത്. ഓക്കെ. അടുത്തത് വീരധീര സൂരൻ. വിക്രം സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്ററാണ്. ഇത് തകർക്കൂലളിയോ? തകർക്കേണ്ടതാണ്. ചെറുക്കനൊരു തങ്കലാൻ വന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതെ, അത് ശരിയാ. അതങ്ങ് എത്തിക്കഴിഞ്ഞാൽ തീർന്ന്. SU അരുൺകുമാർ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അരമനൈ 4 2024 ഫസ്റ്റ് തമിഴ് ഇൻഡസ്ട്രി 50 കോടി സിനിമ. അതായത് 2024 ഇത്രയും സിനിമ ഇറങ്ങിയിട്ട്, അതും ഇൻഡസ്ട്രി വലിയ ഇൻഡസ്ട്രിയാണ് തമിഴ്. അതിൽ 50 കോടിക്ക് കുറച്ച് റിസ്ക് എടുത്തു. വലുതും ചെറുതും അല്ലെ, ഇൻഡസ്ട്രി വലുതോ ചെറുതോ ഒന്നും ആയിട്ട് കാര്യമില്ല. കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം. എനിക്കിപ്പോൾ അത് പറയാനുള്ളത് എന്താ, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലേ കുറേ തമിഴ് സിനിമാ പ്രവർത്തകരുണ്ടല്ലോ, അവർ കരയുന്നതാണ്.
മലയാള സിനിമ അതായത് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അവിടെ പോയിട്ട് വമ്പ ഹിറ്റായല്ലോ. എല്ലാം ഇറങ്ങിയതെല്ലാം ഏതാണ്ടൊക്കെ ബ്രഹ്മയുഗം അത്യാവശ്യം ഓടി, പിന്നെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇപ്പം ആവേശം, എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു ഇതുണ്ടല്ലോ, എന്തൊക്കെ പറയുന്നത്, ഫ്രസ്ട്രേഷൻ ഭീകരം, കൊടൂരം. ഓക്കെ, അടുത്ത കേരി. അമൽ നീരജ്, ചാക്കോച്ചൻ, ഫഹദ് ഫാസിൽ മൂവി. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ 10, 2024. ഓക്കെ, അതായത് പൂജക്ക് കേട്ടോ. വമ്പൻ സിനിമയായിട്ടാണ് വരുന്നത്. അമൽനീരതാണല്ലോ, വേറെ എന്തെങ്കിലും പറയണോ? അടുത്തത് പൃഥ്വിരാജ്, നഹാസ് ഹിദായത്ത്. സിനിമ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമ്പുരാന്റെയും സലാർ 2-ന്റെയും ഷൂട്ടിന് ശേഷം നഹാസ് ഹിദായത്ത് മൂവി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ആ ഒരു ഗ്യാപ്പിലേക്കാണ് DQ നഹാസ് മൂവി ഷൂട്ട് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആദ്യം നഹാസിന്റെ ദുൽഖർ മൂവി വരുന്നത് അല്ലേ? സാധാരണ ഇത് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ അത് മാറിയത് കൊണ്ടാണ് ഇങ്ങോട്ട്. അത് നന്നായി. മലയാളത്തിലേക്ക് എന്തായാലും ഒരു നല്ല തിരിച്ചുവരവ് ദുൽഖറിന് ആവശ്യമാണ്. കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു മകനെ തിരിച്ചു വരും. ഓക്കെ, അടുത്ത കിഴി. ഒരു മിടിപ്പ് ഇവിടെ, ഒരു മിടിപ്പില്ല അവിടെ, കോട്ട എടുത്തിട്ട് നിൽക്കുക. അതിനും എന്ത് മിടിപ്പായി. കാർത്തിക് സുബ്രാജ്, സൂര്യ, അതുകൊണ്ട് അതിന്റെ മുകളിൽ. ഓക്കെ, അടുത്ത കിഴി. വാടിവാസൽ, സൂര്യ, വെട്രിമാരൻ മൂവി. ഓക്കെ, എന്തായാലും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിത്രത്തിൽ വില്ലനായിട്ട് അമീർ റത്ത് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് നായകൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വില്ലൻ. ഓക്കെ, എന്തായാലും പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യക്ക് പകരം വേറെ ചില നടന്മാരെ അന്വേഷിക്കുന്നു, തിരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സത്യം തന്നെയാണെന്നുള്ളതാണ് ഇന്റർവ്യൂവിൽ ഈ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞത്. അതായത് വെട്രിമാരൻ കണ്ടപ്പോൾ വെട്രിമാരൻ പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, ഞാൻ ഇനി വേറെ ആളെ നോക്കുകയാണ്. അതിനുശേഷം അല്ല, ഞാൻ സൂര്യനെ തന്നെ വെച്ച് ചെയ്യാണ്, വിടുതല കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും ഇത് ഉറപ്പിച്ചു കേട്ടോ, സൂര്യ തന്നെ നായകനാവും. അടുത്തത് ദിലീപ് ഡയറക്ടർ ആവുന്നു. നല്ലൊരു തീരുമാനമാണ്. ഒരു വലിയ സിനിമ, അതായത് ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ആള് ഡയറക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിഷയമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആള് ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമ കണ്ടല്ലോ, അഭിനയിക്കാനുള്ള, അത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ഡയറക്ഷനിലേക്ക് കിടക്കും. എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും, നല്ലൊരു തീരുമാനമായിരിക്കാം. നല്ലൊരു സിനിമ ചെയ്യട്ടെ. അല്ല, ആള് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഫീൽഡിലേക്ക് വന്നത്. നമ്മുടെ ലാൽ ജോസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്തായാലും നല്ലൊരു സിനിമ തന്നെ ചെയ്യട്ടെ. ചെയ്തതിനു ശേഷം വീണ്ടും ആലോചിക്കാലോ. അല്ല, അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കുകയും ചെയ്യാം, സിനിമ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, എന്തായാലും ആള് എല്ലാത്തിലും ഉണ്ടല്ലോ ഏതാണ്ടൊക്കെ. തീർച്ചയായിട്ടും. ഏത് പ്രൊഡക്ഷനിലുണ്ട്, അഭിനയത്തിലുണ്ട്, ഇനിയിപ്പോ ഡയറക്ഷനും കൂടി ആവട്ടെ. ഓക്കെ, അടുത്ത കിഴി. ടെർബോ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നതാണ്. അതെ, ഏതാണ്ട് എല്ലാവരും ഉണ്ട്. പിന്നെ നല്ലൊരു ചിരിയുണ്ട്, അതുകൊണ്ട് തന്നെ പോസ്റ്റർ ഒരു വെറൈറ്റിയാണ്. ഇതുവരെ വന്നതിലൊരു വെറൈറ്റി. അതെ, ഇത് ഇന്നലെ അവർ പുറത്തുവിട്ട ഒരു DP പോസ്റ്റർ അല്ലാതെ നമ്മൾ ഇട്ടുണ്ടല്ലോ, അതാണത്. അടുത്തത് ബാറോസ്. ആശ്വാസമല്ലോ, കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടി ചെറുക്കനെ. വിജയ് ഉള്ളപ്പോ ബാറോസ് സിനിമയുടെ എന്താണ് ഒന്നുമില്ല, അത് ഇന്നത്തെ വിജയ് നിൽക്കുള്ളതാണ്. വിജയ് ഞാനാണെന്ന്. വിജയ് ബാറോസ് സിനിമയുടെ തിയേറ്റർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, മോശമല്ല. കഴിഞ്ഞില്ല. ഇതെന്താണ് സോമരസ കയ്യില് അടിച്ചോണ്ടിരിക്കുക കള്ളൻ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുണ്ട്, തുടക്കത്ത് പറഞ്ഞില്ലേ ഇറുണ്ടതി ഇച്ചുണ്ടതി, ഇവിടെ വിജയ് ഉണ്ടതി, വിജയ് ഉണ്ടതി, ലാലുണ്ടതി, ഇനി ആര് വേണം? ടെർബോ ആന്റിസിപ്പേറ്റഡ് മൂവി, ടെർബോ, വാടിവാസൽ, സൂര്യ 44, കാർത്തിക് സുബ്രാജ് മൂവി, പൃഥ്വിരാജ്, അതും ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാം. ഇവിടെ പൃഥ്വിരാജ് അതില്ലാന്നല്ലേ? തുടങ്ങുന്നുണ്ടെന്നാണ്. എന്തായാലും പോവാണ്. വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.
കുറച്ച് ഓവറാന്നുള്ള കമന്റ് വരില്ലേ ആര് നമ്മള് അല്ല ഞാൻ